ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വേണമെങ്കിൽ മിനി വ്ളോഗ്സൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. കൂടെ ജേർണലിങ്, ക്രാഫ്റ്റ് വർക്കൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അതിന് തുടങ്ങാൻ ഞാനൊരു ഡയറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പോക്കറ്റ് ഡയറി എന്ന് പറയാൻ പറ്റും, ചെറിയൊരു മിനി ബുക്ക്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇതിന് വളരെ ഈസിയാണ് അത് ചെയ്യാനായിട്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 2 പേപ്പേഴ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പേപ്പർ എടുക്കാം. നിങ്ങൾക്ക് എത്ര പേപ്പർ വേണോ എത്ര പേപ്പർ ആ ബുക്കിൽ വേണോ അത്ര അതിനനുസരിച്ച് ഞങ്ങൾ പേപ്പർ എടുക്കുക. അതിനുശേഷം ആ പേപ്പർ ജസ്റ്റ് മടക്കി കൊടുക്കുക. എത്ര പേപ്പർ അതിൻ്റെ നിങ്ങൾക്ക് വേണ്ട സൈസിൽ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ പോക്കറ്റ് ഡയറി പോലാണ് ചെയ്യുന്നത്. വളരെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പം മടക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് നൂർത്തതിന് ശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതേ സെയിം പീസ് കട്ട് ചെയ്ത് നമ്മൾ ആ ഓരോ പീസാക്കി എടുക്കുക. ഇനി ഓരോ പീസാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇത് മാത്രം ചെയ്താൽ മതി. ഇപ്പം ചെയ്ത ഈ അറ്റം മാത്രം ചെയ്താൽ മതി. കണ്ടോ, ഈ നടുക്ക് ഇനിയും കട്ട് ചെയ്യാനുണ്ട്. ആ കട്ട് ചെയ്തത് ചെയ്തില്ലെങ്കിലും സാരമില്ല. പക്ഷേ ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഞാനിവിടെ ടിഷ്യൂ ടേപ്പാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഡബിൾ സൈഡ് ടേപ്പ്, തിൻ ഡബിൾ സൈഡ് ടേപ്പ്. അത് ക്രാഫ്റ്റിന് വേണ്ടിയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ആ പേപ്പർ ഈ കട്ട് ചെയ്തതിൻ്റെ രീതി ആയതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മളതെല്ലാം കൂടെ വേറെ വേറെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ടിഷ്യൂ ടേപ്പ് ഈ പേപ്പറിൻ്റെ സൈസിലാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഈ കട്ട് ചെയ്ത പീസ് തന്നെ നമ്മൾ 2ആക്കി മാറ്റണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ ഒന്നാമത് ചെറുതാണ്, അപ്പോൾ കുറച്ചും കൂടി ചെറുതാവും ഒട്ടിക്കുമ്പോൾ. അപ്പോൾ ഈ കാണിക്കുന്ന പോലെ റിപ്പീറ്റ് ചെയ്ത് ഈ പേപ്പർ ഫുൾ തീരുന്ന വരെ ഇത് ഫുള്ളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ ഷേപ്പിലായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി ഏറ്റവും എഡ്ജൊന്നും ശരിയല്ലെന്ന്. പക്ഷേ നമുക്കത് കട്ട് ചെയ്ത് ശരിയാക്കാം. ഇപ്പോൾ കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതിന് ബുക്കിൻ്റെ മുൻവശത്തുള്ള പേപ്പേഴ്സ് ഇടാകുമ്പം നമുക്ക് അത് കട്ട് ചെയ്താലും മതി അതിൻ്റെ കൂടെ. പിന്നെ ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്ന പിങ്ക് കളറാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ചാർട്ട് പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കളർ പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾ കളർ അടിച്ച പേപ്പർ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഓപ്ഷണലായിട്ട് അതങ്ങ് വിട്ട് കളയാം. അത് തന്നെ ആവാം. പക്ഷേ ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് ഈ ബ്ലൂ കളർ ആയതിനാൽ തന്നെ ഞാനാണെങ്കിൽ ഈ പിങ്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇനി ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ മതി. ഇപ്രാവശ്യം ഞാൻ ഒരു വെറൈറ്റി വരുത്താനായിട്ട് ബുക്കിൻ്റെ ഈ ഒരു എഡ്ജ് ഒന്ന് റൗണ്ടഡ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ റൗണ്ടഡ് ആക്കി ഇത്ര ബ്യൂട്ടിഫുൾ ആക്കി. പിന്നെ ഇത് കുറച്ചും കൂടി ക്യൂട്ടാക്കാൻ ഞാൻ കുറച്ച് കവർ സ്റ്റിക്കേഴ്സും പിന്നെ ഈ പഫ് സ്റ്റിക്കേഴ്സും ഒന്നും ചേർത്തിട്ടുണ്ടോ. ഇതിന് പഫ് സ്റ്റിക്കേഴ്സ് എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് സാധാരണ ഈ പഫ് സ്റ്റിക്കേഴ്സ് ഒന്നും ഇഷ്ടമല്ല. പഫ് എന്ന് പറയുന്നത് പൊങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അതെനിക്കിഷ്ടമല്ല പൊങ്ങിയിരിക്കുന്നത്. കാരണം അത് അത്രയും ക്യൂട്ട് ആവാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ശരിയായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോൾഡൻ കണ്ടിട്ട് ഞാൻ ക്യൂട്ട് പോക്കറ്റ് ഡയറി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.